ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി? നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഈ അടുത്ത കാലത്തായിട്ട് നേരിട്ടതായിട്ട് കാണുന്നു. ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറിയതായിട്ട് കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് ഒരു പുതിയ ജോബ് കിട്ടിയതായിട്ട് കാണുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്. ഒരു പക്ഷേ അവരുടെ കരിയർ സെറ്റായിട്ടുണ്ടായിരിക്കാം, അവർ ആഗ്രഹിച്ചതുപോലെ ഒരു ജോബ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ കറണ്ട് എനർജിയിൽ. ആ വ്യക്തിയുടെ ലൈഫിൽ ഇതുവരെ ഒരു നെഗറ്റീവ് എനർജീസൊക്കെ കൂടുതലായിട്ട് കാണുമായിരുന്നായിരിക്കാം. അത് കാരണം ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു വെളിച്ചമാണ് വന്നിരിക്കുന്നത്. അതായത് അവരുടെ കരിയറിലായിട്ട് ആയിക്കോട്ടെ, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലായിക്കോട്ടെ, അവരുടെ ലൈഫിൽ ഒരു സക്സസ് വന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അവരുടെ കറണ്ട് സിറ്റുവേഷൻ. ഇനി അവർക്ക് നിങ്ങളോടുള്ള എനർജി നോക്കാം, ഫീലിങ്സ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ സ്നേഹം വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് പെയിനാണ് അവരുടെ മനസ്സിലുള്ളത്. നിങ്ങളോട് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോകണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള തോട്ട്സാണ്, ഈ ഒരു നെഗറ്റീവ് തോട്ട്സാണ് ഈ ഒരു പേഴ്സണ് ഈ ഒരു സമയമുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ കറണ്ട് എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 24 അവേഴ്സൊക്കെ ഒരു എനർജിയുടെ ഒരു ഷിഫ്റ്റ്, ഒരു 24 അവേഴ്സൊക്കെ കഴിഞ്ഞിട്ടേ ഒരു എനർജിയുടെ ഷിഫ്റ്റ് ഉണ്ടാകുകയുള്ളൂ. അപ്പം കഴിഞ്ഞു പോയ രാത്രിയിൽ നിങ്ങളെപ്പറ്റി ആ വ്യക്തി ഒരുപാട് ചിന്തിച്ചതായിട്ടാണ് കാണുന്നത്. നിങ്ങളോട് ചെയ്തതിൻ്റെ കുറ്റബോധം ആ ഒരു പേഴ്സണുണ്ട്. ഈ ഒരു സമയം നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുകയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കാം നിന്നിട്ടുള്ളത്. അതൊക്കെ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ആ വ്യക്തിക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം, കെയർ കൊടുത്തിട്ടുണ്ടായിരിക്കാം, ഒരുപാട് സ്നേഹം നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതെല്ലാം ഈ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ നിങ്ങളോട് ചെയ്ത എല്ലാ മിസ്റ്റേക്സും ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിന് ഒരു റീബർത്ത് വേണമെന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതാണ് നമുക്ക് അവരുടെ കറണ്ട് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് എല്ലാ തെറ്റുകളും ഈ ഒരു വ്യക്തി ഈ ഒരു സമയം മനസ്സിലാക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി എനർജി ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരുപാട് നാളത്തെ പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിലെ ഒരാളായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇവർ തമ്മിൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ കാണുമായിരിക്കാം. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇമോഷൻസിനെ വേണ്ടാന്ന് വെച്ചിട്ട് പോയത്. ഈ ഒരു വ്യക്തി നിങ്ങളുമായൊരു
പുതിയ ജീവിതം തുടങ്ങുന്നതിനെപ്പറ്റി തന്നെയാണ് ഈ ഒരു സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് ആ വ്യക്തി എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഒന്നും അങ്ങോട്ട് പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. എന്നാൽ ആ വ്യക്തി വളരെ സാഡായിട്ടുമാണ് കാണുന്നത്. അവരുടെ ചുറ്റും എന്തൊക്കെ സന്തോഷങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ കൂടെ ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഈ വ്യക്തി നിങ്ങളോട് ഒരു ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല ഈ ഒരു സമയത്ത്. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമാണ് നിങ്ങളോടുള്ളത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. ആ ഒരു തേർഡ് പാർട്ടി പറയുന്നത് മാത്രമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇത്രയും നാൾ കേട്ടിരുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി, അതായത് ആ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ പവറുള്ള ഒരു തേർഡ് പാർട്ടി, ആ ഒരു തേർഡ് പാർട്ടി എനർജി ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത്. പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി വളരെ നാച്ചുറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹവും കരുതലും എല്ലാം ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെ കരുതുന്നത്. ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയോട് ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒന്നും ഉള്ളതായിട്ട് ഇപ്പോൾ കാണുന്നില്ല. നിങ്ങളെയാണ് ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ ഒരു വാല്യുബിളായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് നൽകുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ. അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവർ ഇനിയുള്ള ജീവിതത്തിൽ സാക്രിഫൈസ് ചെയ്ത് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു റീയൂണിയനാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. അതാണ് അവരുടെ കറണ്ട് എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവരുടെ ലൈഫിലുണ്ടായിരുന്ന തേർഡ് പാർട്ടിയുമായിട്ട് ഫൈറ്റിംഗ് ആണെന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു വ്യക്തി തേർഡ് പാർട്ടിയെ പ്രതിരോധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടവും അറ്റാച്ച്മെൻറ്റും ഒന്നും ഇപ്പോൾ ആ തേർഡ് പാർട്ടിയോടുള്ളതായിട്ട് കാണുന്നില്ല. അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു നെഗറ്റീവ് എനർജീസിനെയെല്ലാം പ്രതിരോധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ചുറ്റും ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും ഈ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ വാല്യൂ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങൾ അവർക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ള വ്യക്തിയായിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു എന്നെല്ലാം ആ വ്യക്തി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ജഡ്ജ്മെൻറ്റ് കാർഡ് ഇപ്പം രണ്ടാമത്തെ തവണയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു വ്യക്തി പാസ്റ്റിൽ ചെയ്ത എല്ലാ മിസ്റ്റേക്സും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അവരിപ്പോൾ സ്വയം സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എന്താണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചത്, അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് ആയിരിക്കണം എടുക്കേണ്ടിയിരിക്കുന്നത്, ഇതെല്ലാം ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ആ വ്യക്തി ഇപ്പോൾ വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ സിറ്റുവേഷൻസ് എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവർക്കൊരു പ്രതീക്ഷയാണ് ലൈഫിനെ പറ്റിയിട്ട്. ഇവിടെ നിങ്ങളിൽ ആരോ ഒരാളുടെ മാനിഫെസ്റ്റേഷനും വർക്കാവുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളെ ഈ ഒരു സമയം വളരെ കെയർഫുള്ളായിട്ട്, അതായത് വളരെ പ്രിഷ്യസ് ആയിട്ട് നിങ്ങളെ കാണുന്നതായിട്ടാണ് കാണുന്നത്.
ഇത്രയും നാൾ നിങ്ങൾക്ക് ആ വ്യക്തി ഒരു വിലയും തന്നു കാണില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആ വ്യക്തി വളരെ പ്രിഷ്യസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുത്ത് എത്രയും വേഗം വരുന്നതിനെ പറ്റിയിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഈ സമയം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു ഓഫറുമായി വരുന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു സമയം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ളൊരു ബന്ധമാണ്. ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇനി എന്തൊക്കെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാലും അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ ലൈഫ് തകർന്നു പോകുന്നതല്ലെന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. ഈ ഒരു വ്യക്തി വരുന്നത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ടാണ്. ഇത്രയും നാൾ അവരുടെ ലൈഫിൽ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇനി നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്ക് പറയാനുള്ളത് എന്നുകൂടി നോക്കാം. എനിക്ക് നമ്മളുടെ ലൈഫിനെ പറ്റിയിട്ട് ആദ്യമേയൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളുടെ ബന്ധത്തിനെതിരായി നിൽക്കുന്ന ഏതു സാഹചര്യത്തെയും മറികടക്കാനായിട്ട് എനിക്കൊരു പവർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബന്ധത്തിനെതിരായി നിൽക്കുന്നവരെ പ്രതിരോധിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയുമായിട്ട് ഒരു റീയൂണിയനാണ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. നിന്നെ ഒരുപാട് എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത എല്ലാ മെമ്മറീസും ഞാൻ ഈ ഒരു സമയം ഓർത്തെടുക്കുകയാണ്. നിന്നെ തിരികെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചുള്ള ഫ്യൂച്ചർ, നീ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ഫ്യൂച്ചർ, അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ഈ ഒരു സമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ സോൾ മെസ്സേജായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്ന ഒരു എനർജിയാണിത്. ഈ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്തേക്കുവാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പ്രണയം നിങ്ങളുടെ പേഴ്സണുമായിട്ട് അത് സാധ്യമാകും. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തേക്കുവാണ്. നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം നിങ്ങൾക്കുള്ളത്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്പിരിച്വൽ കണക്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. അതൊരു ഡിവൈൻ പ്രൊട്ടക്ഷനുള്ള ഒരു കണക്ഷൻ. ആ ഒരു ലൈഫ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു പുതിയ ബിഗിനിങ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ചിന്തകൾ, ഈ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി ഒരു കാർഡൂടെ നോക്കാം. യൂണിവേഴ്സ് എന്താണ് പറയുന്നതെന്ന്. നിങ്ങളുടെ ലൈഫിൽ, അതായത് റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റിയാണ് വരാൻ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെലിബ്രേഷനാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ലൈഫിന് ഒരു ഫൗണ്ടേഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിന് നിങ്ങളുടെ പേഴ്സൺ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം ഇനി നിങ്ങൾക്ക് തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഹാപ്പി ലൈഫായിരിക്കാം നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിൽ നിന്നെല്ലാം പുറത്തു വരിക.
നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇനി ഫ്യൂച്ചറിൽ സക്സസ് ആണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതമാണ് കിട്ടാൻ പോകുന്നത്. അതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുക. ഈ നെഗറ്റീവ് തോട്ട്സിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരിക. ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നോക്കാം. ക്രേസ് ഓൺ വെഹിക്കിൾസ്, 2 weeks, today, soulmate connection, abroad, health issues, സോങ്സ്. നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് അടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്നത്. പൂരം നക്ഷത്രം, മൂന്നാറ്, ഉത്രാടം, നമ്പർ 62, റെഡ് കളർ, ചിങ്ങം, വയനാട്, നേച്ചർ, 1975, സെൻസിറ്റീവ്, 1987, നമ്പർ 18, കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്, ഗ്രേ കളർ, 1977, യെല്ലോ കളർ, നമ്പർ 19, ഫ്രൈഡേ, ഉത്ര നക്ഷത്രം, 1976, ലെറ്റർ ആർ, 1995, ഇതെല്ലാം നോക്കിയതായിരുന്നു. തിരുവാതിര നക്ഷത്രം, ട്യൂസ്ഡേ, ലെറ്റർ പി, നമ്പർ 17, ലെറ്റർ ഡി, ലെറ്റർ ബി, ലോങ് നെയിൽ, കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, ലെറ്റർ ഇസഡ്, ലെറ്റർ ജെ, നമ്പർ 27, നമ്പർ 8, സെൻസിറ്റീവ്, നമ്പർ 29, colored hair, ഒക്ടോബർ, ഡൽഹി, നവംബർ, പിങ്ക് കളർ, ജാനുവരി, പൂരുരുട്ടാതി നക്ഷത്രം, 2001, നമ്പർ 5, ബാംഗ്ലൂർ, നമ്പർ 24, ബ്ലൂ കളർ, ലെറ്റർ കെ, ചിത്തിര നക്ഷത്രം, 48, ബേക്കർ, നമ്പർ 2, നമ്പർ 36, നമ്പർ 50, നമ്പർ 25, യു ക്യാൻ ട്രസ്റ്റ് എന്ന പോസിബിലിറ്റി വന്നിട്ടുണ്ട്. നമ്പർ 20, നമ്പർ 13, 2023. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്.